ഫ്രണ്ട്സ്, നമ്മളിന്ന് മെറ്റൽ എന്നൊരു ഗെയിമാണ് കളിക്കുന്നത്. അപ്പം ബേസിക്കലി ഈ ഗെയിമിൽ നമ്മളെ ഒരാൾ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് ഒരു റൂമിൽ കൊണ്ട് അടച്ചിടും. നമ്മളറിഞ്ഞ് എസ്കേപ്പ് ആവുന്നതാണ് ഗെയിം. അത് നിങ്ങൾക്ക് ഗെയിം മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കളിക്കേണ്ടതെന്നൊക്കെ ഒരു ഐഡിയ കിട്ടും. ഗായ്സ്, ഇതിനകത്തൊരു പാസ്വേഡ് കണ്ടുപിടിക്കാനുണ്ട്. ആ പാസ്വേഡ് കണ്ടുപിടിക്കാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ സമയം എടുത്തത്. I saw that someone was going through the forest and watching me. I felt creepy. A normal person would not walk in such bad weather. I was paralyzed with fear and sped up. I looked back and saw that someone was chasing me. I ran as fast as I could. He was also running, trying his best to catch me. I fell face into the snow. I stood up very quickly, but it was too late. I've seen only a shadow because I was knocked out with a strong punch. I have no idea how much time I spent in contact. ഗൈസ്, നമ്മൾ ഗെയിം തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഡോറ് തുറന്ന് പോകണം. അതാണ് തുറക്കാൻ ലോക്ക്ഡ് എന്നാണ് ഇപ്പോൾ എഴുതി കാണിക്കുന്നത്. തുറക്കുമ്പം മറ്റേ സാധനമല്ലേ എന്നാൽ ലോക്ക് പിക്ക് തുറന്ന് നോക്കാം. I have to leave this fucking place. ഗൈസ്, എനിക്ക് വലിയ പിടിയൊന്നുമില്ല, ഒന്നും കാണുന്നൊന്നുമില്ല ഇവിടെ. ഈ ഡ്രോയർ തുറക്കാൻ കഴിയോ? അത് പറ്റും. ബോൾട്ട് കട്ടർ ആ സൈഡിലുള്ള സാധനങ്ങൾക്ക് നമുക്ക് തൊടുമ്പോൾ പേര് കാണുന്നില്ല, പക്ഷെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റുന്നൊന്നുമില്ല. എനിക്ക് അതിനകത്ത് പക്ഷെ ഒന്നുമില്ല, തുറക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഒന്ന് ചുറ്റി കെട്ടി നമുക്ക്, പക്ഷെ അതിനെ കൊണ്ട് ഗൈസ്, അപ്പോൾ നമ്മളെപ്പോലെ ഇയാൾ ഒന്നും കൂടി ഇതിനു മുമ്പേ തട്ടിക്കൊണ്ട് വന്നിരുന്നു. അയാളുടെ പേര് മാക്സ. അയാൾ എഴുതിയ ഇന്നലെ ആയിരുന്നു, ഇതിനകത്ത് ഡേറ്റ് 13 അയാളെ തട്ടിക്കൊണ്ടുവന്നത്. അപ്പോൾ അയാൾ മരിച്ചു എന്ന് തോന്നുന്നു. അയാൾ പാസ്വേഡ് നോർത്ത് സൗത്ത് ഈസ്റ്റ് എന്ന് അയാൾ എഴുതി വെച്ചിട്ടുണ്ട്. നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് സൗത്ത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ആളെ. അപ്പം ഇതിനകത്ത് അടിക്കേണ്ട പാസ്വേഡ് ആയിരിക്കും ഇത്. സ്നോ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നു. അപ്പം വേറെ എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. ഓപ്പണാക്ക് അത് വടിയുണ്ട് ഗൈസ്, പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. ലോക്ക് ബോക്സ് നമ്പർ 7. കയറ് വലിക്കാൻ പറ്റുന്നുണ്ട്. പേപ്പർ ഉണ്ട് ഗൈസ്. ഇടാ ഫയർ ക്യാബിനറ്റ് നമ്മളിപ്പോൾ തുറന്ന സാധനമല്ലേ. തുറന്നതിൻ്റെ മുകളിൽ ഗൈസ് ഇതിനൊരു കീ, നമ്മൾ തുറന്നതിൻ്റെ മുകളിൽ ഒരു കീ ഉണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് തല്ലിപ്പൊളിച്ചാൽ കിട്ടുമായിരിക്കും അത്. അതവിടെ ഗൈസ് അതിനുള്ള കീ കാണുന്നില്ലേ, അതൊരു 25 ഗൈസ്. ഇതിനകത്ത് 25 സെക്കൻഡിനുള്ളിൽ നമ്മൾ ചെയ്തെല്ലാം നോർമലാക്കിയിട്ട് വേണം അകത്ത് കയറാം, അല്ലെങ്കിൽ അയാൾ കില്ല് ചെയ്യും. നമ്മൾ കൂടിൻ്റെ അകത്താണെങ്കിൽ അയാൾ നമ്മളെ ബോധം കെടുത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഈ കേജിൻ്റെ പുറത്ത് നമ്മളെ കണ്ടിട്ടെങ്കിൽ അയാൾ നമ്മളെ കൊല്ലും. നമ്മൾ ആദ്യം റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. Well, wait a second. ഇത് കളിക്കുമ്പോൾ നമുക്കൊരു പേടിയും വരും. മീൻസ് നമുക്ക് പെട്ടെന്ന് നമ്മളെന്തെങ്കിലും ഏതെങ്കിലും നമ്മൾ വെച്ചത് അതേ നോർമലാക്കി വെക്കാൻ പറഞ്ഞു. ടെൻഷൻ. ഞാൻ ആ റോപ്പിൻ്റെ കാര്യം പറഞ്ഞു. ബോധം കെടുത്തേതേ കൊന്നിട്ടില്ലായിരുന്നു. കൂട്ടിൻ്റെ പുറത്തായിരുന്നു, അകത്തില്ലായിരുന്നു. ഞാൻ ആദ്യം കീ എടുക്കാൻ വേണ്ടി അതിനകത്ത് പോയി നോക്കുന്നു. കീ ഓൾറെഡി കയ്യിലുണ്ടായല്ലേ. അതിനകത്തൊരു ബ്ലേഡും ടേപ്പും ഉണ്ട്. ടേപ്പ് എന്തിനാ? വയറ്. ഇതാണ് നമുക്കവിടെ ഇലക്ട്രിസിറ്റിയിലുണ്ടെന്ന്.
ഇപ്പോൾ ഇത് ഓണായിട്ടുണ്ട്. നമുക്ക് പാസ്വേഡ് ടൈപ്പ് ചെയ്ത് നോക്കാം. ഈസ്റ്റ് ഗൈസ് നമ്പർ ഇപ്പോൾ ഈസ്റ്റ് വെസ്റ്റ് ഒക്കെയോ അത് പാസ്വേഡ് അല്ല കേട്ടോ. ഈസ്റ്റ് ഒക്കെ ഒന്നും വല്ല ക്ലൂ ആയിരിക്കും. അതിനകത്തൊന്നുമില്ല. കാറ്റ് നോർത്തിലേക്ക് ഇത് കാറ്റിൻ്റെ ദിശ നോക്കുന്ന കാറ്റിൻ്റെ എന്തോ ദിശയായിട്ട് ബന്ധപ്പെട്ട എന്തോന്നാണ് ഗൈസ്. ഇതിൽ 13/2013 ആ മാക്സിൻ്റെ ഡേറ്റും ഉണ്ട്. നമ്മളിപ്പോൾ ഉള്ള ഡേറ്റും ഉണ്ട്. നമ്മളിപ്പോൾ ഉള്ള ഡേറ്റ് ആയിരിക്കണം കലണ്ടർ. ആ കലണ്ടർ എടുത്തപ്പോൾ 14 അങ്ങനെയാണ് ഉണ്ട്. കാറ്റ് ഗൈസ് ഇവിടെ നേരത്തെ ഇവിടെ 7 അതാണ്ട് ഇവിടെ 5 7 5 എനിക്കൊന്ന് ഈ ചുമരുകളിൽ മൊത്തം നമ്പർ കാണുമായിരിക്കും. ഇപ്പോൾ ഈസ്റ്റ് വെസ്റ്റ് അത് കണ്ടുപിടിച്ചാൽ നമുക്ക് പാസ്വേഡ് കിട്ടുമെന്നാണ് തോന്നുന്നത്. ഇവിടെ എവിടെയെങ്കിലും നമ്പർ കാണും. ഇവിടെ 3 ഉണ്ട്. ഇപ്പോൾ 4 ഇവിടെ 7 5 4 4 കിട്ടി. ഇല്ല 4 കിട്ടി. ഇനി കാറ്റ് നോർത്ത് വെസ്റ്റ് അതെങ്ങനെ കണ്ടുപിടിക്കും? കാറ്റിൻ്റെ ദിശ വെച്ച് കണ്ടുപിടിക്കാൻ തോന്നുന്നു. നോർത്തിലേക്ക് കാറ്റ് വീശുന്നു. അങ്ങനെ ആയിരിക്കും. നോർത്തിലേക്ക് കാറ്റ് വന്നു. അപ്പം നോർത്ത് 7 ഈസ്റ്റ് 5 വെസ്റ്റ് 3 4 ആയിരിക്കും. അപ്പോൾ പാസ്വേഡ് അടിച്ചു നോക്കാം. അതല്ല പാസ്വേഡ്. പയ്യ ലോഗിൻ കിടന്നു. പാസ്വേഡ് തെറ്റിയാ ബെല്ലടിക്കും ഗൈസ്. പണി നമുക്കൊരു അത് ഓഫാക്കണല്ലേ. ഓഫാക്കി ഓടി കഴിഞ്ഞു. ബോക്സ് ഓഫൊക്കെ ഞാൻ ബോക്സ് ഇടാക്കാൻ ഞാൻ മറന്നായിരുന്നു. Well, wait a second. Something's wrong here. അയ്യോ ഞാൻ മറ്റേ ഇത് ഓഫാക്കാൻ മറന്നുമായിരുന്നു. ഇത് ഓഫാക്കാൻ മറന്നുമായിരുന്നു. ഇപ്പം കൊന്നില്ല. പുറത്തെടുക്കും ബോൾട്ട്. ലോക്കടാ ബോൾട്ട് കെട്ടണം. അതില്ല. ഇനി നമ്മളങ്ങനെ പുറത്തെടുക്കും. പറഞ്ഞ ബ്ലേഡ് മെറ്റൽസോ ചേർക്കാം അല്ലേ. ഇനി നമുക്ക് ഇനി എന്താ ചെയ്യാം? പാസ്വേഡ് കണ്ടുപിടിക്കണം. പാസ്വേഡ് ഇതിനകത്ത് പാസ്വേഡ് നോർത്ത് സൗത്ത് ഒക്കെ കറക്റ്റ് ഇട്ട് നമുക്ക് വേഗം പാസ്വേഡ് കിട്ടും. ഇല്ലെങ്കിൽ 25 മിനിറ്റ് കഴിഞ്ഞ സമയമുള്ളൂ നമുക്ക്. അതിനുകൊണ്ട് നമുക്ക് ഒന്നും ഓണാക്കിയിട്ടില്ല എന്നുള്ളൊരു നിൽക്ക് കളിക്കുമ്പോൾ ഒരു ടെൻഷൻ ഇപ്പം നല്ലോണം കൂടുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും എടുക്കാൻ മറന്നുപോയോ വെക്കാൻ മറന്നുപോയോ എന്നെല്ലാം. Well, wait a second. പാസ്വേഡ് കണ്ടുപിടിക്കൽ ഇച്ചിരി വലിയ പണിയാവും. ഇനി എന്തായാലും പാസ്വേഡ് കണ്ടുപിടിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ തോന്നുന്നു. പാസ്വേഡ് കണ്ടുപിടിച്ചിട്ട് എടുക്കാം. അല്ലെങ്കിൽ കുറച്ചും കൂടി സമയം ഇതന്നെ കണ്ടുകൊണ്ടിരിക്കണ്ടേ. പാസ്വേഡ് കണ്ടുപിടിച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് കാറ്റ് വരുന്ന ദിശയാണ് നോർത്ത്. കാറ്റ് പോകുന്ന ദിശയല്ല. അതൊക്കെ ഇപ്പം പിന്നെ എനിക്ക് കത്തി.
ഗിഫ്റ്റ് ബോക്സ് ഞാൻ ഗിഫ്റ്റ് ബോക്സ് കളക്ട് ഇടുന്നുണ്ട്, പക്ഷെ ഒന്നും കിട്ടിയൊന്നുമില്ല. എന്താ ഗ്ലാസ് ആസിഡ്. ഓ ചെയിൻ തുറക്കാൻ പറ്റിയില്ല. സീനൂബ് ഒരു വട്ടം കൂടി മരിച്ചായിരുന്നു അയാളെ കൈ കൊണ്ട്. ഇത് വെച്ച് കട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് നോക്കാം. ചെയിൻ ഇല്ല, തേഞ്ഞ്. നമ്മളെന്ത് ചെയ്യും? മറ്റേ ഷെൽഫല്ലേ? അതൊന്നുമില്ലേ? ഒന്നുമില്ല. എന്തുണ്ട്? ലിവർ എന്തിനാ? ഇവിടെ എന്തെങ്കിലും ഫിറ്റ് ചെയ്യാൻ കാണുമോ? പക്ഷേ ലിവർ എവിടെ വെക്കണമെന്നൊരു പിടിയൊന്നും കിട്ടുന്നൊന്നുമില്ല. നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് കുത്തിക്കയറ്റാൻ പറ്റും നോക്കാം. ഇവിടെ ഒരു ഹോളില്ലേ? ഇല്ല, അതിനകത്താവില്ല. അതിന് മേളിലൊരു ഹോളുണ്ട്, അതിൻ്റെ ഉള്ളിൽ വെക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. ഇതിനകത്ത് കൺട്രോൾ പാനലും വെക്കാൻ സ്ഥലമില്ല. ഇപ്പം ഇല്ല, അത് വെച്ചിട്ട് എടുക്കാൻ കഴിയുന്നില്ല. ഞാനത് ക്ലോസ് ചെയ്തായിരുന്നു. ഡോർ ഓപ്പൺ. ലിവറോടെ വെക്കണമെന്നൊരു പിടിയൊന്നും കിട്ടുന്നൊന്നുമില്ല. അവിടെയെങ്കിലും നോക്കാം, ട്രൈ ചെയ്യാം. ഇല്ല, വേറൊന്നുമില്ല. ലിവർ എന്നാലും ഗെയിമിന് 4 ചാപ്റ്റർ ഉണ്ട്. ചാപ്റ്റർ 1, 2 അങ്ങനെ ഓരോ ക്യാരക്ടർ വെച്ചിട്ടാണ്. ഇപ്പം ഇത് കംപ്ലീറ്റ് ചെയ്ത ചാപ്റ്റർ 2. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ കമൻറ്റ് ഇടണം. ചാപ്റ്റർ 2 വരും. ഗിഫ്റ്റ് കളക്ട് ചെയ്ത പോലെ തന്നെ ഇപ്പോൾ ഫിഷിങ്ങൊക്കെ ഇപ്പം കളക്ട് ആയിരുന്നു വരുന്നുണ്ട്. പക്ഷേ കിട്ടുന്നൊന്നുമില്ല, കയ്യിലോട്ടൊന്നും വരുന്നൊന്നുമില്ല. ആസിഡുണ്ട്. നമ്മളെന്താ ചെയ്യുക? തിങ്ക് ചെയ്യണം. ലിങ്ക് ഒന്നും ആലോചിക്കുന്നില്ലെങ്കിൽ ഒന്നും നടക്കൂല ഇതിനകത്ത്. അത്യാവശ്യം നല്ലോണം നമുക്ക് ക്ഷമയും വേണം ഇത് കളിക്കുമ്പോൾ. ക്ഷമയും വേണം, നല്ലോണം തിങ്കും ചെയ്യണം ഇത് കളിക്കുമ്പോൾ. അത്യാവശ്യം നല്ലൊരു ഗെയിം ഇത്. നമുക്ക് അത്യാവശ്യം സമയം എടുത്ത് കളിക്കാം. ഒരിക്കൽ കളി നമുക്ക് മനസ്സിലായാൽ പിന്നെ നമുക്ക് അത്ര സമയം എടുക്കുകയൊന്നുമില്ല. വേഗം പെട്ടെന്ന് നമുക്ക് കളി തീരും. പെട്ടെന്ന് നമുക്ക് കളിച്ച് തീർക്കാൻ കഴിയും. ഒരു ചാപ്റ്റർ വേഗം കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ ഇത് ചെറുങ്ങനെ ഒരു ബേസിക് ഇതങ്ങനെ കളിക്കേണ്ടതെന്ന് മാത്രം ഞാൻ എൻ്റെ ഇത് സജസ്റ്റ് ചെയ്ത ആ ഫ്രണ്ടിനോട് ഞാൻ ചോദിച്ചായിരുന്നു. പിന്നെ അല്ലാതെ എനിക്കും കൂടുതൽ അറിയുന്നില്ല. ഇപ്പോൾ ഈ ലിവർ എവിടെ കൊണ്ട് വെക്കുമെന്ന് എനിക്കൊരു പിടിയായി കിട്ടുന്നില്ല. എലിവേറ്റർന്ന് കണ്ടില്ലായിരുന്നു. എന്നിട്ട് നമ്മൾ ആ ഡോറിൻ്റെ ഇത് വെക്കാനും ഇനി അതിനകത്ത് വല്ലതും വെക്കേണ്ടതാണോ? ആയിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഒന്ന് ലൈക്കും കൂടി ഇട്ട് സപ്പോർട്ട് ചെയ്യുക. പാർട്ട് 2 കാണാൻ ആഗ്രഹമുള്ളവർ കമൻറ്റും കൂടി ഇടുക. നിങ്ങൾക്ക് സജഷനിൽ പുതിയതെങ്കിലും നല്ല ഗെയിം ഉണ്ടെങ്കിൽ അതും കൂടി സജസ്റ്റ് ചെയ്യുക. നമുക്കതും ട്രൈ ചെയ്ത് നോക്കാം. ലിവർ എവിടെയെങ്കിലും കൊണ്ട് വെക്കാൻ നോക്കാം. അവിടെ ഒരു നീല സൗണ്ട് ആയിട്ട് നമുക്ക് ആ ബൾബിൻ്റെ അവിടെ
ഈ ആ ഒരു നീല സാധനം അല്ല അതെന്തിനാണോ എന്തോ അതിനകത്ത് കയറുമോ ഇത്? ആ ഇതിൻ്റെ ആയിരുന്നു നമ്മൾ വെറുതെ ഇത്രയും സമയം കളഞ്ഞു. ഇതെന്തിനാണോ? ഇവിടെ ഒന്നും നെട്ടും മുട്ടും കാണുന്നില്ല. ഇല്ല, ഡോറിനും ഇല്ല. എന്താ ഓ ശബ്ദം? ഇപ്പം അയാൾ വരും. ഞങ്ങൾക്ക് ദേഷ്യം വരും. ക്ഷമോളം ഗൈസ്, ഇല്ലെങ്കിൽ നമ്മൾ ഫുള്ള് ഇത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ടിന്യൂസ് കളിക്കണം. നമ്മളിപ്പം കളിക്കുന്നതിനിടയ്ക്ക് പോസാക്കിയിട്ട് ബാക്ക് ഇറങ്ങിയാലോ അല്ലെങ്കിൽ ഇനി ഞങ്ങൾ എങ്ങനെയും ബാക്ക് ഇറങ്ങിപ്പോയാലോ ഇനി നമ്മൾ ഫസ്റ്റിന്നേ തുടങ്ങണം. നിങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല, നമുക്ക് ഈ ക്ലൂവിൻ്റെ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ക്ലൂ കിട്ടും എന്നാ ചെയ്യേണ്ടതെന്നല്ലോ. അപ്പം അങ്ങനെ ഏതായാലും കളിക്കാൻ വലിയ മടുപ്പൊന്നും തോന്നില്ല. ഈ ഗെയിം നമുക്ക് മടുപ്പേ പിടിക്കുന്നില്ല. കളിക്കുമ്പോൾ ഒരു ബോറടിയോ ഒന്നും നമുക്ക് തോന്നില്ല. എനിക്ക് ഇതിൻ്റെ ഗെയിം പ്ലേ കാണുമ്പോൾ എത്രത്തോളം ഇത് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അറിയില്ല. പക്ഷേ കളിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റ് തന്നെയാണ്. നമുക്ക് ബോറടിക്കൊന്നുമില്ല ഇത് കളിക്കുമ്പോൾ. എങ്ങനെ ഇത് ഒറ്റയടിക്ക് ഫിനിഷ് ചെയ്യുക അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും. ഇത് സ്ക്രൂ ഡ്രൈവറും കിട്ടുന്നു. പറയണേ മറ്റേ റെഡി ഒരു നട്ട് കണ്ടായിരുന്നല്ലോ നേരത്തെ, മറ്റേ ഇതും കൊണ്ട് കിട്ടി. ഇതിൻ്റെ ആയിരുന്നു. ഇവിടെ ഒന്നുമില്ല. ഓ മറ്റേത് ഇതിൻ്റെ അകം തുറക്കാനില്ല. പിക്കാക്സും അതിനറിയാതെ നിൽക്കിയത്, പക്ഷെ അത് നടക്കുന്നുണ്ട്. ക്ലോസ്. ആസിഡ് പറ്റി. ആദ്യം സ്ക്രൂ ഡ്രൈവറാ. അതെന്തിനാ? അതെ അതിനകത്ത് ടോയ്ലറ്റിനകത്തൊരു സാധനം സ്ക്രൂ പോലത്തെ ഒന്ന് പോയി കണ്ടു. നെയിൽ പുള്ളർ. ഇതെന്തിനാ? ഇത് നമ്മുടെ പിക്കാക്സിൻ്റെ ഇതല്ലേ? അത് പാർട്ട് ഇത് ഇതിനകത്ത് ഇങ്ങനെ. അപ്പം മറ്റേ കമ്പ് ഇതിനകത്തുണ്ടാവുമോ? കമ്പ് ഇടിയില്ല. കലണ്ടർ ബാക്കിൽ ഓർമ്മ വന്നേ. കമ്പൈൻഡ് ഇല്ലേ? കമ്പ് കിട്ടി. പിക്കാക്സ് നമുക്ക് ഇവിടെ എന്നാ പൊളിക്കാം. എവിടെയും പൊളിക്കാം. ഈ പെയിൻറ്റ് എടുത്തതല്ലോ. ഇല്ല, അവിടെ ഇല്ല. ഗ്ലാസ്സിനകത്തും പൊട്ടുന്നൊന്നുമില്ല. ചുമര് അവിടെ അയാള് വേണ്ട. ഡോർ ക്ലോസ് ചെയ്ത് നമുക്ക് കേജിനകത്ത് കയറാം. അയാളിപ്പോൾ വരും. അയാളെന്ന് എന്തോ സാധനം കൊണ്ടൊക്കെ വരുന്നു. എന്നാ തരാനാ? വല്ല അട വെക്കാൻ. ഓക്കയാ ഒന്നും പറയുന്നൊന്നുമില്ലേ? ഭാഗ്യം. നമുക്ക് വീണ്ടും പോവാം. അപ്പുറം പോലെ ഓണാക്കി. ഡോർ ഓപ്പൺ. നമ്മളങ്ങനെ എസ്കേപ്പ് ആവല്. ലിവർ. നമുക്ക് ലിവർ കിട്ടിയായി. ഇവിടെ
ഒരു സാധനം. യെസ്, ഇതൊരു ഡെഡ് ബോഡി. നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ നോക്കാം. ഡോർ ബെൽറ്റ് എന്ന് പറയുന്നത്, അപ്പോൾ ഡോറിന് ഫിറ്റ് ചെയ്യാനാമോ? ആ അതെ, കണക്കൊന്നിന് അയാൾ വരാൻ പറ്റൂല. വരാൻ പറ്റുമായിരിക്കും പൊളിച്ചാൽ. ഇവിടെ ഒരു ശവമുണ്ട്. ഇതാന്ന് തോന്നുന്നത് മാക്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ടില്ലേ? ഞാൻ അയാളെ ശവമാണോ? മാക്സിൻ്റെ ആയിരിക്കാം അല്ലേ? അയാൾ എസ്കേപ്പ് ആകുമ്പോൾ മറ്റേ ആളൊന്ന് കൊന്നിട്ടതാണെങ്കിലോ? ഓ, ജനലിൻ്റെ അവിടെ നിഴലടിച്ച് വെച്ചാൽ അയാൾ അതിലേ പോകുന്നുണ്ട്. ഇവിടെ എലിവേറ്റർ, നോ പവർ. എനിക്കൊന്ന് ഇത് ഓണാക്കിയിട്ടാക്കിയാലാവുമായിരിക്കും. എലിവേറ്റർ അയാൾ ഒച്ചയുണ്ട്. എലിവേറ്റർ വരുമ്പോൾ അയാൾ ഇറങ്ങി. എലിവേറ്റർ വരുന്നുണ്ടാ? വരുന്നുണ്ട്. അയാൾ വരുന്നതിന് എത്തിയാൽ കഴിഞ്ഞു. ഓ വേഗം വാ. സെക്കൻഡ് പോയി അയാളെത്തും. ഓ നമ്മളൊരു ബെൽറ്റ് വെച്ചായിരുന്നു. ബെൽറ്റ് എന്നാലും പൊട്ടിച്ചാക്കിയില്ല. കയറി നമ്മൾ അതിലേക്ക് എത്തി കൊണ്ടിരിക്കുന്നു. ഇത് കഴിഞ്ഞു എന്ന് തോന്നുന്നു. വേറൊന്നും ഉണ്ടാവില്ലായിരിക്കും. ചാപ്റ്റർ 1 കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഇല്ല, ലിഫ്റ്റാന്നില്ല. കഴിഞ്ഞു തോന്നുന്നു കേട്ടോ. നമ്മൾ പുറത്തേക്കുള്ള വഴി കാണുന്നുണ്ട്. ഇനി അവിടെ അയാൾ വരുമോ അറിയില്ല. കഴിയും എന്നാണ് പ്രതീക്ഷ. പക്ഷെ ഒരൊച്ച കേട്ടോ. ചാപ്റ്റർ 2 ആയിരിക്കും. ചാപ്റ്റർ 2 നമ്മൾ കംപ്ലീറ്റ് ആക്കേണ്ട മിഷൻ്റെ ഇതായിരിക്കും. ആ സൗണ്ട് കേട്ടെ. മിഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഗെയിമിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം.